Respected Director KFRI Dr. Karnasias Wadi, respected Director CWIDF Dr. Viyanada, respected Registrar, dear colleagues. This time, when Surya asked me to deliver this lecture, I immediately gave a topic to her. 2 days later, what happened was that the government of India announced the topic for this today's lecture. So there were two topics. And so what I'm going to do is to speak on both. I will start with the formal national theme, which is Women in Science, Catalyzing Vikasit Bharat. I'll spend at least just 5 minutes on that, and then we will go to geometry of nature. And this talk will be very short. Maybe I'll finish in another maybe 30 minutes or so. The last time when I was here speaking about Gargil, I know that it went on, and maybe people were really bored about it. So this time I'm going to make it very short. Now, I'll wish to share this story is going to be told across India during this National Science Day. I hope so. There's a very interesting fight between two people. കോളേജുകളിൽ ഒന്നും തന്നെ സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത ഒരു കാലയളവ് അതുകൊണ്ട് പറ്റില്ല അവർ. So she was really annoyed. Kamala came to IAC, talked to CV Raman. ഇവരും പറഞ്ഞ നിയമം അങ്ങനെയാണ്, പെൺകുട്ടികൾക്ക് അഡ്മിഷൻ ഇല്ല. അതെന്തുകൊണ്ടാണ് അഡ്മിഷൻ ഇല്ലാത്തത്? Basically because women were thought of as the inferior sex. അതുകൊണ്ട് പെൺകുട്ടികൾക്ക് ബുദ്ധി കുറവാണ്, അവർക്ക് ആൺകുട്ടികളുടെ ഒപ്പം ഗവേഷണത്തിൽ എത്താൻ പറ്റില്ല എന്നൊക്കെയുള്ള ചിന്ത നിലനിന്നൊരു കാലത്ത് അഡ്മിഷൻ കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല, നിയമം അങ്ങനെയാണ്. ആൻഡ് അതിന്റെ പ്രസിഡൻസ് ഉണ്ട്. വെൻ വോട്ടിംഗ് സ്റ്റാർട്ടഡ്, ആദ്യമായിട്ട് ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരികയും ആദ്യമായിട്ട് ആളുകൾ വോട്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് സ്ത്രീകൾക്ക് വോട്ടേ ഇല്ലേ. അത് കാരണം എന്താ വെച്ചാൽ സ്ത്രീകൾ എങ്ങനെ വോട്ട് ചെയ്യാന്നൊക്കെ ആലോചിക്കുമ്പോൾ അവർക്ക് അത്ഭുതമായിരുന്നു. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ആരും ചിന്തിച്ചിട്ട് പോലുമില്ല. രാഷ്ട്രത്തെ കുറിച്ചിട്ട്, രാഷ്ട്ര നിർമ്മാണത്തെ കുറിച്ചിട്ട്, ഭരണത്തെ കുറിച്ചിട്ടൊന്നും അഭിപ്രായം പറയാനുള്ള ബുദ്ധിയോ വിവരമോ ശേഷിയോ സ്ത്രീകൾക്ക് ഇല്ല എന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത്. ഇറ്റ് ടുക്ക് എ ലോങ് ടൈം ഫോർ വുമൺ ടു ഗെറ്റ് വോട്ടിംഗ് റൈറ്റ്സ്. അതൊക്കെ ശേഷമാണെങ്കിൽ പോലും ശാസ്ത്രത്തില് ഗവേഷണം ചെയ്യാനായിട്ട് ഉന്നത വിദ്യാഭ്യാസത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ലാത്ത സമയത്ത്. പക്ഷെ കമല സോണി കണ്ടിന്യൂസ് ആയിട്ട് അത് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. ഇന്ത്യൻ സയൻസിന് മുന്നിൽ സത്യഗ്രഹം തുടങ്ങി. ആ കാലത്തിന്റെ പ്രത്യേകതയുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പതുക്കെ ചൂടുപിടിക്കുകയാണ്. മഹാത്മാഗാന്ധി ലൈവായിട്ട് വരികയാണ്. സത്യഗ്രഹം എന്ന് പറയുന്ന ഒരു സമര രീതി പരീക്ഷിക്കപ്പെടുകയാണ്. വളരെ അഹിംസ പരമായിട്ടുള്ള ഒരു സമരരീതി മുന്നോട്ട് വരുന്നു. കമല സോഹണി അത് ഏറ്റെടുക്കുന്നു. അവിടെ സത്യാഗ്രഹം തുടങ്ങും. ഇറ്റ് വാസ് റിയലി അനോയിങ് ഫോർ സി വി രാമൻ. എന്നിട്ടും അഡ്മിഷൻ കൊടുത്തില്ല. ആ സമരം കടുത്തു. അതിനുശേഷം there was a negotiation. അതിനുശേഷം പ്രൊഫഷണൽ ആയിട്ട് ആ കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. എന്തായാലും ബേസ്ഡ് ഓൺ എ ഫ്യൂ കണ്ടീഷൻസ് അത് എഴുതി ഒപ്പിട്ട് കൊടുക്കേണ്ടി വന്നു. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ഫോർ യു ടു സീ എന്തൊക്കെയായിരുന്നു ആ കണ്ടീഷൻസ് നമുക്ക് നോക്കാം. ഇതായിരുന്നു 4 കണ്ടീഷൻ. ഒന്ന്, ഷീ വുഡ് നോട്ട് ബി അഡ്മിറ്റഡ് ആസ് എ റെഗുലർ സ്റ്റുഡന്റ്. റെഗുലർ സ്റ്റുഡന്റ് ആയിരിക്കില്ല, ടെമ്പററി സ്റ്റുഡന്റ് ആയിരിക്കും. രണ്ടാമത്തെ കാര്യം, ഷീ വുഡ് ബി ഓൺ എ പ്രൊബേഷൻ ഫോർ എൻ്റെ ഫസ്റ്റ് ഇയർ. ആദ്യത്തെ വർഷം മുഴുവൻ പ്രൊബേഷൻ ആയിരിക്കും. എപ്പോൾ വേണമെങ്കിലും പറഞ്ഞു വിടാൻ പറ്റും. ഒരു വർഷം പെർഫോമൻസ് നോക്കിയിട്ട് ഓക്കെ പറ്റും. മൂന്നാമത്തെ കാര്യം, her work would not be officially recognized until C.V. Raman was himself satisfied with its quality. വർക്ക് പബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ C.V. രാമന്റെ പെർമിഷൻ വേണം. കാരണം പെൺകുട്ടിയാണല്ലോ, ബുദ്ധി കുറവാണല്ലോ. ആ മോശമായിട്ടുള്ള പേപ്പർ പബ്ലിഷ് ചെയ്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ പേര് മോശമാകാൻ പാടില്ല. അതുകൊണ്ട് C.V. രാമൻ നേരിട്ട് കണ്ട അനുവാദം കൊടുത്തെങ്കിൽ മാത്രമേ പേപ്പർ പബ്ലിഷ് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ദ മോസ്റ്റ് റബ്ബിഷ് criteria was the last one. She would not spoil the environment by being a distraction to her male colleagues. അവിടെ ലാബിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആൺകുട്ടികളുടെ ശ്രദ്ധ തെറ്റിക്കരുത്, അവരെ ഡിസ്ട്രാക്ട് ചെയ്യരുത്. ഇതാണ് 4ാമത്തെ കണ്ടീഷൻ. ഈ 4 കണ്ടീഷൻ ഒപ്പിട്ട് കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അത്ര അപമാനകരമാണെങ്കിൽ പോലും ആ കുട്ടിക്ക് പഠിക്കാനുള്ള താല്പര്യം കൊണ്ട് അത് ഒപ്പിട്ട് കൊടുക്കുകയും ഷീ ബിക്കെയിം സ്റ്റുഡന്റ് ഇൻ IISc. കുറെ വർഷങ്ങൾക്ക് ശേഷം കമല സോഹണി പറയുന്നുണ്ട്, though Raman was a great scientist, he was very narrow-minded. I can never forget the way he treated me just because I was a woman. Even then, Raman didn't admit me as a regular student. This was a great insult to me. The bias against women was so bad at that time. What can one expect even if even a Nobel laureate behaves in such a way? ഇതാണ്
കമലസ്മരണയുടെ അവസാന കാലം വരെ സി വി രാമനോടുള്ള ദേഷ്യം മാഞ്ഞു പോയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് വാട്ട് ഈസ് ഇൻട്രസ്റ്റിംഗ് ഈസ് ദാറ്റ് അന്ന് അഡ്മിഷൻ കൊടുത്തു, ഒരു വർഷം കഴിഞ്ഞപ്പോൾ റെഗുലറായിട്ട് അഡ്മിറ്റ് ചെയ്തു. മാത്രമല്ല, അടുത്ത വർഷം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ വാതിലുകൾ പെൺകുട്ടികൾക്കായിട്ട് തുറന്നു കൊടുക്കപ്പെട്ടു. ദാറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം ഇൻ വിച്ച് വുമൺ സ്റ്റാർട്ടഡ് ടു ജോയിൻ ഫോർ മാസ്റ്റേഴ്സ് കോഴ്സ് ഇൻ ഇന്ത്യ. അതാണ് സയൻസിനെ സംബന്ധിച്ചിട്ട് അന്ന് ഇരുന്ന നിയമങ്ങൾ അനുസരിച്ച് പൊതുവെയുള്ള ഒരു രീതി, ഒരു ബോധമനുസരിച്ച് പൊതുബോധം എടുത്തൊരു തീരുമാനമായിരുന്നു അത്. പക്ഷെ ഒരു വർഷത്തിനുള്ളിൽ രാമന് മനസ്സിലായി അങ്ങനെ ഒരു വ്യത്യാസം ഇല്ല. ദാറ്റ് ഈസ് ദ ക്വാളിറ്റി ഓഫ് സയൻസ്. When you have new information, you change your original position. അങ്ങനെ മാറിപ്പോകുന്ന ഒരു പ്രക്രിയയാണ് സയൻസ്. സി വി രാമൻ ഒരു നല്ല ശാസ്ത്രജ്ഞനാണ് നമ്മൾ പറയുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യ ധാരണ തെറ്റിപ്പോയി എന്ന് മനസ്സിലായ സമയത്ത് തന്നെ അത് തിരുത്താൻ തയ്യാറായി എന്നുള്ളതാണ്. The doors of IISc was open for women, and not just IISc, all across India, the doors of higher education was open to women. അതിനുശേഷം എന്താ സംഭവിച്ചത്? ഇപ്പോ all the education institutions are brimming with girls. നിറയെ പെൺകുട്ടികളാണ്. മെൻസിന് വേണ്ടി, ആൺകുട്ടികൾക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്ത കോളേജസ് ഉണ്ടായിരുന്നു. വി ഹാവ് സെന്റ് തോമസ് കോളേജ് ഉണ്ടായിരുന്നു തൃശ്ശൂർ, ആൺകുട്ടികൾ മാത്രം പഠിച്ചിരുന്നു. അത് നടക്കില്ല എന്ന് മനസ്സിലായി. അത് മിക്സഡ് കോളേജായി മാറ്റി. ഇപ്പൊ സെന്റ് തോമസ് പോയി കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ഒന്നോ രണ്ടോ ആൺകുട്ടികളെ കാണാം, ബാക്കി മുഴുവൻ പെൺകുട്ടികൾ. അനദർ കോളേജ്, സെന്റ് ആൽബർട്ട്സ് കോളേജ് ഇൻ എറണാകുളം, വിച്ച് വാസ് എ മെൻസ് കോളേജ്, അതും മിക്സഡ് ആക്കി. ഇപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ ആൺകുട്ടികളെ തെരഞ്ഞു പിടിച്ച് നോക്കിയാൽ ചിലപ്പോൾ ആൺകുട്ടികളെ കാണാം. ഒട്ടകത്തിന് സ്ഥലം കൊടുത്തതൊക്കെ നമ്മൾ പറയാറുണ്ട് സാധാരണ. ബട്ട് ഇറ്റ് ഇസ് വെൽ വിത്ത് ഗേൾസ്, നിറയെ പെൺകുട്ടികളാണ് അവിടെ. പക്ഷേ ഇസ് ദർ എ പ്രോബ്ലം വിത്ത് ദാറ്റ്? ഇപ്പോഴും നമ്മൾ ഇങ്ങനെ പറയേണ്ട ഒരു ആവശ്യമുണ്ടോ? പെൺകുട്ടികളെ എംപവർ ചെയ്യണമെന്ന് പറയുമ്പോൾ there are two things which I want to tell you. One is an interview which I did with a princess long back at Dehradun. അന്ന് ഡെറാഡൂണിൽ കുറേ നാൾ താമസിക്കുന്ന സമയത്ത് we had a mixed hostel, and one of the girls who was staying there was a princess, രാജകുമാരിയാണ്. എങ്ങനെ രാജകുമാരിയാവുക? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ she would have been a princess. നോർത്ത് ഈസ്റ്റ് നിന്നാണ് വരുന്നത്, പക്ഷേ അച്ഛൻ രാജാവായിരുന്നു. അപ്പൊ അബദ്ധവശാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതുകൊണ്ട് ചാൻസ് മിസ്സായതാണ്. ഇല്ലെങ്കിൽ ഷി വാസ് ഗോയിങ് ടു ബി ദ രാജകുമാരി. അപ്പൊ അന്ന് നോർത്ത് ഈസ്റ്റ് അത്ര ശാന്തല്ല. നോർത്ത് ഈസ്റ്റിൽ അവിടെ തീവ്രവാദം വളരെ സ്ട്രോങ് ആണ്. ഉൾഫ ഭയങ്കര. ആൻഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം when I was much younger to do interviews with people. അപ്പൊ ഡെറാഡൂണിൽ എത്തിയിട്ട് ആദ്യത്തെ പരിപാടി എന്താ വെച്ചാൽ അവിടെ പന്തലശ്ശേരി അവിടെ താമസിക്കണമെന്ന് അറിയാം. അപ്പൊ പന്തലശ്ശേരി വീട് കണ്ടുപിടിച്ചു. എന്നിട്ട് ഒരു കൂട്ടുകാരന്റെ സ്കൂട്ടർ എടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്മാൻ എന്ന് പറഞ്ഞ സാധനമാണ്. ഇന്നിപ്പോ അത് കിട്ടാനില്ലാത്തോന്നും വാക്ക്മാൻ എടുത്തിട്ട് കാസറ്റ് വാങ്ങിച്ചിട്ട് നേരെ പന്തലശ്ശേരിയോട് വീട്ടിൽ പോകണം ഇന്റർവ്യൂ ആകാതെ. അങ്ങനെ പന്തലശ്ശേരിനൊക്കെ ഇന്റർവ്യൂ ചെയ്യും. അന്ന് അത്ര ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് ഐ യൂസ് ടു ഗെറ്റ് ഇൻ ടു ഓൾ ദോസ് ട്രബിൾസ്. ആളുടെ അടുത്ത് പോവാ, മടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നൊന്നും നമ്മൾ ആ പണിക്ക് നിൽക്കില്ല. അതേപോലെ തന്നെ ഐ ഇന്റർവ്യൂ ദിസ് ഗേൾ ഫ്രം നോർത്ത് ഈസ്റ്റ്. അപ്പൊ ആ കുട്ടിയോട് സംസാരിച്ച സമയത്ത് ഞാൻ ചോദിച്ചു ഒരു ചോദ്യം: എന്തുകൊണ്ടാണ് അവിടെ ഇത്ര തീവ്രവാദം വളരെ കലശലായിട്ട് വരുന്നത്? എന്തുകൊണ്ടാണ് മറ്റു രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നോർത്ത് ഈസ്റ്റ് എന്തുകൊണ്ടാണ് ഇത്ര പ്രോബ്ലമാറ്റിക് ആവുന്നത് ചോദിച്ചപ്പോ ഷി ടോൾഡ് മീ എ വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. അതെന്താ വെച്ച് കഴിഞ്ഞാല് അവിടെ ദ മരുമക്കത്തായമാണ്. ദ പ്രോപ്പർട്ടി ഗോസ് ടു ദ ഡോട്ടേഴ്സ്, നോട്ട് ടു ദ സൺസ്. അപ്പം പെൺകുട്ടികൾക്കാണ് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് കിട്ടുക, അവർക്കാണ് നല്ല ഭക്ഷണം കിട്ടുക, അവർക്കാണ് നല്ല എഡ്യൂക്കേഷൻ കിട്ടുക. ആണുങ്ങളെ ആരും മൈൻഡ് ചെയ്യില്ല, ആൺകുട്ടികളെ ആരും അത്ര ശ്രദ്ധിക്കുക പോലും ഇല്ല. മാത്രമല്ല സ്വത്ത് പെൺകുട്ടികൾക്കാണ് പോകുന്നത് പറഞ്ഞു. അവിടെ കച്ചവടത്തിന് പോകുന്ന ഗാൻജറ്റിക് പ്ലെയിൻസിൽ നിന്നുള്ള ആളുകളുണ്ട്. അപ്പൊ ഗാൻജറ്റിക് പ്ലെയിൻസിൽ നിന്നുള്ള ആളുകൾ അവിടെ പോയിട്ട് ബിസിനസ് വരുന്നു, കച്ചവടത്തിന് വരുന്നു. അങ്ങനെ വരുന്ന ആളുകള് കുറച്ചും കൂടി ഫെയർ ആണ്, കുറച്ചും കൂടി ഉയരൊക്കെ ഉള്ള ആളുകളാണ്. ആൻഡ് ദ ഗേൾസ് ഇൻ നോർത്ത് ഈസ്റ്റ് ലവ് ടു മാരി പീപ്പിൾ ഹു കം ഫ്രം ദ ഗാൻജറ്റിക് പ്ലെയിൻസ്. അവരെയാണ് താല്പര്യം. അപ്പൊ ഗാൻജറ്റിക് പ്ലെയിൻസിൽ പോകുന്ന പുരുഷന്മാരെ സംബന്ധിച്ചും ദേ ആർ സോ ഹാപ്പി നോർത്ത് ഈസ്റ്റ്. കാരണം എന്താ വെച്ചാൽ വിവാഹം കഴിച്ചാൽ ആ സ്വത്തും കിട്ടും, ദേ ആർ ഹാപ്പി. അപ്പൊ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റിൽ ഉണ്ടാവുന്ന ഫ്രസ്ട്രേഷൻ ഭയങ്കരമാണ്. ഒരു പെൺകുട്ടി പോലും തിരിഞ്ഞു നോക്കൂല. നോബഡി അവര് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നടക്കുന്ന സമയത്താണ് ഉൾഫ തീവ്രവാദികൾ തോക്കെടുത്ത് കയ്യിലേക്ക് കൊടുക്കുന്നത്. ലോകത്തോടുള്ള മുഴുവൻ ദേഷ്യവും തീർക്കുന്ന ഭാഗത്തായിട്ട് തോക്ക് ഏറ്റെടുക്കുകയും അതിലേക്ക് റിക്രൂട്ട്മെന്റ് ഭയങ്കരമായിട്ട് നടക്കുകയും ചെയ്യും. സോ ദാറ്റ് വാസ് എ സ്റ്റോറി വിച്ച് ആൻഡ് ദാറ്റ് ഈസ് ട്രൂ ഇൻ ദ സെൻസ് ദാറ്റ് നേപ്പാൾ, അതുപോലെ ഭൂട്ടാൻ,
ബംഗ്ലാദേശ്, മ്യാൻമാർ, നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഏരിയ, ആ ഭാഗങ്ങളിൽ പോയി റിയലി സ്ട്രോങ്. ദേ റൺ ദ ഷോ. അവരെല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്യും. ആണുങ്ങൾ രാവിലെ എഴുതേക്കും, എന്നിട്ട് അവിടെ മുൻവശത്ത് ഒരു ബീഡിയൊക്കെ വെച്ചിരിക്കുന്നുണ്ടാവും. വിറക് ശേഖരിക്കുക, വെള്ളം ശേഖരിക്കുക, ഭക്ഷണത്തിലുള്ള കാര്യങ്ങളൊക്കെ, ഭക്ഷണം ഉണ്ടാക്കുക, എല്ലാ കാര്യങ്ങളും സ്ത്രീകൾ ചെയ്യും. വുമൺ ആർ സോ പവർഫുൾ ഇൻ ദാറ്റ് ബെൽറ്റ്. തൊട്ടപ്പുറത്ത് ചൈനയുണ്ട്. ചൈന ഗംഭീരമായിട്ടൊരു മുദ്രാവാക്യം സ്ത്രീകൾക്ക് വേണ്ടി വന്നത്. അത് ഇസ് എ വെരി പവർഫുൾ മെസ്സേജ്. അത് പറഞ്ഞത് ചെയർമാൻ മാവോ ആയിരുന്നു. മാവോ പറഞ്ഞെന്താ വെച്ചാല് പകുതി ആകാശം താങ്ങി നിർത്തുന്നത് സ്ത്രീകളാണ് എന്നാണ് അദ്ദേഹം വളരെ പ്രസിദ്ധമായിട്ട് പറഞ്ഞൊരു കാര്യം. ആ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ചൈനയിലെ സ്ത്രീകളുടെ സ്റ്റാറ്റസ് വേറെ ലെവലിലേക്ക് മാറ്റി. അദ്ദേഹം പറഞ്ഞ വളരെ സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. അദ്ദേഹത്തിന് രസമായിട്ടുള്ള ഇതുപോലെയുള്ള കോഡ്സ് ഉണ്ട്. ഒറ്റ ലൈൻ, ആ ലൈനിലെല്ലാം ഉണ്ടാവും. പകുതി ആകാശം താങ്ങി നിർത്തുന്നത് സ്ത്രീകളാണ്. ഒരു സമൂഹം മുഴുവൻ അത് ഏറ്റെടുക്കുകയാണ്. അതുവരെ സ്ത്രീ ടയറിൽ കണ്ടിരുന്നത് അങ്ങനെയല്ല. ദേ ആർ ഓൾസോ ഈക്വൽ എന്നുള്ള ഒരു ബോധം ഉണ്ടാക്കുന്ന പ്രക്രിയ അതാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടുള്ള ചോദ്യം, ഇപ്പോ വുമൻ ഡിസ്ക്രിമിനേഷൻ നേരിടുന്നുണ്ടോ? പ്രത്യേകിച്ച് ശാസ്ത്ര മേഖലയിൽ ഒരു അവർക്ക് വേണ്ടത്ര പരിഗണന കിട്ടാതായി പോകുന്നുണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോ ഒരു സയന്റിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഐ ഡിഡ് എ സ്മോൾ എക്സ്പെരിമെന്റ് ടു ഗെറ്റ് എൻ ആൻസർ. ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ എന്റെ സ്റ്റുഡൻസിനോട് എല്ലാവരോടും 2 ചോദ്യങ്ങൾ ചോദിച്ചു. പെൺകുട്ടികളായിട്ടുള്ള ഗവേഷകരോട് ചോദിച്ചു 2 ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യം, ഹാവ് യു എവർ ഫേസ്ഡ് എ ഡിസ്ക്രിമിനേഷൻ ബീയിങ് എ ഗേൾ? അതായിരുന്നു ആദ്യ ചോദ്യം. ആ ചോദ്യത്തിന് ഒരു 3/4 കുട്ടികളും പറഞ്ഞു ഇല്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല, പ്രോബ്ലം തോന്നിയിട്ടില്ല. ബാക്കി 1/4 ഉണ്ട് എന്ന് പറഞ്ഞു. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാസ് ദിസ്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ആൺകുട്ടി ആയിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ ചോദിച്ചു. ആൻഡ് ദ ആൻസർ വാസ് യുനാനിമസ്. എല്ലാവരും പറഞ്ഞു തോന്നിയിട്ടുണ്ട്, പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. സോ ദർ ഇസ് എ പ്രോബ്ലം. അവിടെ ഒരു കുഴപ്പമുണ്ട്. കമല സൊഹാനി സ്റ്റാർട്ട് ചെയ്ത ആ റെവല്യൂഷൻ ഇപ്പോഴും കംപ്ലീറ്റ് അല്ല. വി നീഡ് ടു ടേക്ക് ഇറ്റ് ഫോർവേഡ്. വി നീഡ് ടു ഗിവ് സ്പേസ് ഫോർ ദം. And their brilliance has to also contribute to the advancement of science and also the nation. So that is regarding the day. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. There is a difference between sex and gender. Formulated by Simone de Beauvoir. Simone de Beauvoir was a philosopher. She was with Jean-Paul Sartre, both were from France. Simone de Beauvoir's classic book ഉണ്ട്, The Second Sex എന്ന് പറഞ്ഞിട്ട്, which is supposed to be the Bible for feminism. ആ ബുക്കിന്റെ കോപ്പി നമ്മുടെ ലേഡീസ് ഹോസ്റ്റലിലുണ്ട്. അവിടെ താമസിക്കുന്ന കുട്ടികൾ അത് കണ്ടിട്ടുണ്ടാവും. മുന്നോട്ട് വെച്ച സിമോൺ ദെ ബോവർ മുന്നോട്ട് വെച്ച മേജർ ആർഗ്യുമെന്റ് എന്ന് വെച്ചാൽ there is a difference between sex and gender. Sex is a biological thing and gender is a social construct. അതായിരുന്നു അവർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ മെയിലാണോ ഫീമെയിൽ ആണോ എന്നുള്ളത് ബയോളജിക്കലി ഡിസൈഡ് ചെയ്ത പ്രോസസ്സിനെയാണ് നമ്മൾ സെക്സ് എന്ന് പറയുക. യു ആർ ബോൺ ആസ് എ മെയിൽ ഓർ യു ആർ ബോൺ ആസ് എ ഫീമെയിൽ. പക്ഷേ ദ ജെൻഡർ, വെദർ യു ഫീൽ ലൈക്ക് എ ബോയ് ഓർ യു ഫീൽ ലൈക്ക് എ ഗേൾ, ഈസ് എ സോഷ്യൽ കൺസെപ്റ്റ്. അത് സമൂഹം നിർമ്മിച്ചെടുക്കുന്ന പ്രക്രിയയാണ്. ഇപ്പൊ ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ ആൺകുട്ടികൾക്ക് പ്രത്യേക വേറെ തരം ടോയ്സ് ആയിരിക്കും, പെൺകുട്ടികൾക്ക് വേറെ തരം ടോയ്സ് ആയിരിക്കും. പെൺകുട്ടികൾക്ക് ടാബൂസ് ഡിഫറെന്റ് ആയിരിക്കും, ആൺകുട്ടികൾക്ക് ടാബൂസ് ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ അവരെ വളർത്തിക്കൊണ്ട് വരുന്ന സമയത്ത് ആ സമൂഹം അവരെ ആണായിട്ടും പെണ്ണായിട്ടും ഡിഫൈൻ ചെയ്യുന്ന പ്രോസസ് ഉണ്ട്. ദാറ്റ്സ് വാട്ട് ഈസ് കോൾഡ് ആസ് ജെൻഡർ. അപ്പൊ there are 2 sexes, male, female. There are 2 genders, male and female. ഇങ്ങനെ ധരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്താണ് there was a big shocking revelation which happened in social science where we started to shatter the concept of binaries. നമ്മൾ എല്ലാ കാര്യങ്ങളും ബൈനറീസ് വെച്ചിട്ടാണ് പലപ്പോഴും കണ്ടിരുന്നത്. ഉദാഹരണത്തിന് രാത്രി പകൽ, കറുപ്പ് വെളുപ്പ്, നല്ലത് ചീത്ത, ആണ് പെണ്ണ്, ഇങ്ങനെയുള്ള ബൈനറീസ് വെച്ചിട്ട് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 ബൈനറീസ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ലോകത്തെ കണ്ട ഒരു കാര്യത്തെ പിന്നീട് ഈ ബൈനറികളെല്ലാം ശരിയല്ല എന്നുള്ള ബോധത്തിലേക്ക് ലോകം ഉണർത്തെഴുന്നേറ്റു. പകലും രാത്രിയും മാത്രമല്ല, നമുക്ക് പ്രദോഷമുണ്ട്, പ്രഭാതമുണ്ട്. അതും വളരെ ലൈവ്ലിയാണ്. ബയോളജിക്കൽ നോക്കിക്കഴിഞ്ഞാൽ പകലോ അല്ലെങ്കിൽ രാത്രിയോ ഉള്ളതിനേക്കാളും ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സമയമാണ് ഡോൺ അല്ലെങ്കിൽ ഡസ്ക്. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ജീവജാലങ്ങൾ ആക്റ്റീവ് ആവുക, ശബ്ദം ഉണ്ടാക്കുക. രാവിലെ എഴുന്നേറ്റാൽ നിങ്ങൾ ആദ്യത്തെ ആ പ്രഭാത സമയത്ത് കേൾക്കുന്ന അത്ര കിളികളുടെ ശബ്ദമൊന്നും പിന്നെ
പകല് കേൾക്കുന്നുണ്ടാവില്ല, രാത്രി കേൾക്കുന്നുണ്ടാവില്ല. സോ അപ്പൊ ഇതിനിടയ്ക്ക് ഒരു സ്പേസ് ഉണ്ട്, വിച്ച് ഇസ് കറുപ്പും വെളുപ്പും മാത്രമല്ല, അതിനിടയ്ക്ക് ധാരാളം ഷെയ്ഡ്സ് ഉണ്ട് നമ്മൾ തിരിച്ചറിയുന്നത്. അതുപോലെ നല്ലത് ചീത്ത എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഡിഫറെന്റ് ഷെയ്ഡ്സ് ഓഫ് ഗുഡ്നെസ് ആൻഡ് ബാഡ്നെസ് ഇത് തിരിച്ചറിയുന്നു. ബൈനറീസിനെ നമ്മൾ പതുക്കെ മാറ്റിയിട്ട് വി സ്റ്റാർട്ട് ടു സ്പീക്ക് അബൌട്ട് കണ്ടിന്യൂം. ഇറ്റ്സ് എ കണ്ടിന്യൂം. ഒരു എക്സ്ട്രീം മുതൽ മറ്റൊരു എക്സ്ട്രീം വരെ കണ്ടിന്യൂസ് ആയിട്ട് ഉള്ള സ്പേസ് ആണ്. യു ക്യാൻ ബി എനിവെയർ ഇൻ ബിറ്റ്വീൻ. അതുപോലെ തന്നെ ആണ് ജെൻഡറിന്റെ കാര്യവും. യു ക്യാൻ ബി എൻ മെയിൽ ഫീമെയിൽ മാത്രമല്ല, അതിനിടയ്ക്ക് ധാരാളം സ്പേസസ് ഉണ്ട്. ദർ കുഡ് ബി ട്രാൻസ്ജെൻഡേഴ്സ് എന്നുള്ള ബോധത്തിലേക്ക് എത്തി. സോ നൗ വി ഐഡന്റിഫൈ the male and female as a continuum. You can be an extremely at the end of the feminine scale. You can either be at the extreme of the male scale, and there are infinite points in between where you can be. So we have thrown away the concept of binaries, and we have embraced the concept of continuum, not just in gender or sex or physical things, but also social structures. So I stop my remarks on the theme there, and we move over to what we call as the geometry of nature. This is a painting done in 1490 by a guy called Leonardo da Vinci. The title of this painting is Vitruvian Man. Vitruvian Man is the male body is contained in a perfect circle and also in a perfect square. Vitruvius ആളുണ്ടായിരുന്നു ഡാവിഞ്ചിക്ക് മുന്നേ. അദ്ദേഹം ആണ് ഈ പ്രോസസ്സ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അന്ന് അദ്ദേഹം വരച്ച പടത്തിൽ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, the circle and the square perfectly merges. വിറ്റ്യൂവിയസിന് അത് സാധ്യമായില്ല. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം സർക്കിളിന്റെ സെന്റർ ആയിട്ട് കണക്കാക്കിയത്, അതുപോലെ സ്ക്വയറിന്റെ സെന്റർ ആയിട്ട് കണക്കാക്കിയത് ആ മനുഷ്യ ശരീരത്തിന്റെ പൊക്കളായിരുന്നു. അത് വെച്ചിട്ട് വരയ്ക്കുന്ന സമയത്ത് എന്താ വെച്ചാല് സർക്കിൾ മാറി നിൽക്കും, സ്ക്വയർ മാറി നിൽക്കും. ഡാവിഞ്ചി എന്ത് ചെയ്തെന്ന് വെച്ചാല് ഹി ജസ്റ്റ് ഷിഫ്റ്റഡ് ദ ഹോൾ പ്രോസസ്. അദ്ദേഹം സ്ക്വയറിന്റെ സെൻട്രൽ പോയിന്റ് ഒരു മനുഷ്യന്റെ പൊക്കളായിട്ട് വെച്ചിട്ട് he shifted the circle a bit lower and identified with the genitals. ഇത് രണ്ട് ചെയ്തതോടെ ഇത് പെർഫെക്റ്റ്ലി മാച്ച്. Da Vinci was a man who used a large number of models പഠിക്കാൻ വേണ്ടിയിട്ട്. ആക്ച്വൽ മെഷർമെന്റ്സ് എടുക്കും, അങ്ങനെ മെഷർമെന്റ്സ് എടുത്തിട്ട് വരച്ച ചിത്രമാണ്. And the idea behind that was that the God created and God did it in the perfect design. പെർഫെക്റ്റ് ജോമെട്രിയിലാണ് ദൈവം സൃഷ്ടിച്ചത് എന്നുള്ള ധാരണയിലാണ് മനുഷ്യ ശരീരത്തെ കറക്റ്റ് സ്ക്വയർ ഇസ് എ പെർഫെക്റ്റ് ഷേപ്പ് ആൻഡ് ഓൾസോ സർക്കിൾ, രണ്ട് പെർഫെക്റ്റ് സർക്കിൾസ് ആണ്, ഷേപ്സ് ആണ്. അതിൽ മനുഷ്യ ശരീരത്തെ ഒതുക്കാനായിട്ട് അറ്റംപ്റ്റ് ആയിരുന്നു. ആൻഡ് the normal question നമ്മൾ തീരുമാനിച്ച് ചെയ്തിട്ട് why is not a woman shown there, why man എന്ന് ചോദിച്ചാൽ the woman's body cannot be relied upon because women invest a lot in the process of reproduction, which modifies their body, modifies their mood, modifies their actions. അപ്പൊ അതുകൊണ്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സംവിധാനമായിട്ട് ഫീമെയിൽ ബോഡിയെ കണക്കാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആയുർവേദമൊക്കെ എടുത്താല് ആയുർവേദ ടെക്സ്റ്റ് ഒക്കെ എടുത്ത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ ദർ ഇസ് നത്തിങ് ടു ബി ട്രീറ്റഡ് ഫോർ വുമൺ. കാരണം അവരെ കണക്കാക്കുന്നതില്, കാരണം അവർ എക്സ്പെരിമെന്റ്സിന് വേണ്ടി പോലും യൂസ് ചെയ്യില്ല, കാരണം അവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തോണ്ടിരിക്കും. അതുകൊണ്ട് എക്സ്പെരിമെന്റൽ റിസൾട്ട്സിനൊക്കെ അത് മാനിപ്പുലേറ്റ് ചെയ്യും. സോ ഇറ്റ് ഇസ് ജസ്റ്റ് മാൻ, മനുഷ്യ ആണുങ്ങൾ മാത്രമുള്ള ലോകത്തെ കുറിച്ചിട്ടാണ് ഇത് പറയുന്നത്. ആൻഡ് ദെൻ there's a very interesting rule by Leonardo. നിങ്ങൾക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന റൂളാണ്, which was formulated in 1515. It is very simple. At any height in a tree, the total cross-sectional area of all branches equals the cross-sectional area of the trunk. ഒരു മരം എടുക്കുന്നു, അതിന്റെ താഴ്ത്തടി ഉണ്ട്, അതിന്റെ ക്രോസ് സെക്ഷൻ എടുത്താല് ആ ക്രോസ് സെക്ഷന്റെ ഏരിയ അതിൽ നിന്ന് തുടങ്ങുന്ന എല്ലാ ബ്രാഞ്ചസിന്റെ ക്രോസ് സെക്ഷൻ ആഡ് ചെയ്താല് എത്രയാണോ അത് തന്നെ ആയിരിക്കും. സോ ദിസ് ഇസ് എ ഇൻട്രസ്റ്റിംഗ് റൂൾ. ഇപ്പോഴും തെറ്റാത്തൊരു റൂളാണ്. പക്ഷെ പ്രൊവൈഡഡ് യു ഷുഡ് നോട്ട് ഹാവ് പ്രൂൺ ദ ട്രീ.
നാച്ചുറൽ ആയിട്ട് വളരുന്ന ഒരു മരം, സ്വാഭാവികമായിട്ട് വളരുന്ന ഒരു മരത്തിന്റെ കൊമ്പുകളുടെ ക്രോസ് സെക്ഷന്റെ ഏരിയ നമ്മൾ എടുത്തിട്ട് ആഡ് ചെയ്താൽ അത് ആ ട്രങ്കിന്റെ ക്രോസ് സെക്ഷന്റെ അത് തന്നെയായിരിക്കും. സോ ദാറ്റ് വാസ് വൺ തിങ് വിച്ച് ഇൻഫോംഡ് us that there's a pattern in nature. ആ പാറ്റേൺ കണ്ടുപിടിക്കാനായിട്ടുള്ള ശ്രമം ധാരാളമായിട്ട് നടന്നിട്ടുണ്ട്. And what these scientists do, what these researchers do, is just one thing, and that thing is to identify patterns which are there in nature. പ്രകൃതിയിലെ പാറ്റേൺ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ശാസ്ത്രത്തിന്റെ ഏക ജോലി. അത് അസ്ട്രോണമിയിലാവാം, ഫിസിക്സിലാവാം, കെമിസ്ട്രിയിലാവാം, ബോട്ടണിയിലാവാം, സുവോളജിയിലാവാം, എല്ലായിടത്തും നമ്മൾ ചെയ്യുന്നത് പ്രകൃതിയിലെ പാറ്റേൺ എന്താണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. So this was one fundamental rule which was formulated by Leonardo da Vinci, which still hold true. Another interesting theory which came later was called a scaling theory. Scaling theory ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തിയറിയാണ്. ഞാൻ അതിന്റെ വിഷ്വൽസിലേക്ക് പോകുന്നതിന് മുന്നേ I will tell you in words. എലി, മൗസ് ഒരു ചെറിയ ജീവിയാണ്. അത് കുറച്ചു കാലേ ജീവിക്കുള്ളൂ. കമ്പയർഡ് ടു an elephant, ആന കുറെ നാൾ ജീവിക്കും, വലിയ ജീവിയാണ്. പക്ഷേ ഇവർ രണ്ടുപേരും അവരുടെ നോർമൽ ലൈഫ് സ്പാനിൽ അവരുടെ ഹാർട്ട് എത്ര പ്രാവശ്യം ബീറ്റ് ചെയ്ത് നോക്കിയാൽ the number will be almost equal. And that is what scaling theory is. ഒരാഴ്ചയിൽ എത്ര പ്രാവശ്യം ഹൃദയം പിടിക്കുന്നു നോക്കിയാൽ എലിയുടെയും ആനയുടെയും എണ്ണം ഒന്ന് തന്നെയായിരിക്കും. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എലിയുടെ ഹൃദയം വളരെ ഫാസ്റ്റ് ആയിട്ട് പിടിച്ചോണ്ടിരിക്കുന്നുണ്ടാവും, ആനയുടെ വളരെ സ്ലോ ആയിരിക്കും. You can look at the picture. And this is the paper which formulated the scaling theory, a general model for the origin of elementary scaling laws in biology. Jeffrey James and Brian. Science 1997 published the paper. We are coming from Leonardo's period, we are coming closer to modern times. And this is what it looks like. On y-axis, we have the heart rate, not the number of beats, the lifespan. Heart rate and beats per minute, which is plotted on a logarithmic scale. On x-axis, we have the life expectancy. നോക്കുക, ലൈഫ് എക്സ്പെക്ടൻസി ഏറ്റവും കുറഞ്ഞ എലി അങ്ങ് ഏറ്റവും ടോപ്പിലുണ്ട്. ആൻഡ് ദ ഹാർട്ട് റേറ്റ് ഈസ് മച്ച് ഹയർ. അവിടുന്ന് ഹാംസ്റ്ററിലേക്ക്, റാറ്റിലേക്ക്, മങ്കി, കാറ്റ്, ജിറാഫ്, ഡോഗ്, ടൈഗർ, ആസ്, ഹോഴ്സിലേക്കൊക്കെ വരുമ്പോൾ അത് ലൈഫ് സ്പാൻ കൂടുന്നുണ്ട്, ഹാർട്ട് റേറ്റ് കുറയുന്നുണ്ട്. എത്ര ആയുസ് കൂടുന്നോ അത്രയും ഹാർട്ട് റേറ്റ് കുറയുന്ന കാണാം. അന്ന് താഴേക്ക് എത്തുമ്പോൾ വെയിലൊക്കെ, നീലത്തിമികളൊക്കെ അതിന്റെ ഹൃദയം വളരെ പതുക്കെ ബീറ്റ് ചെയ്യും compared to a mouse which has got a very fast rate of heartbeat. അതിനകത്ത് ഹ്യൂമൻ കുറച്ച് മാറി കിടക്കുന്ന കാണാം. അതെന്തുകൊണ്ടാണ്? ഈ മറ്റെല്ലാ ജീവജാലങ്ങളുടെയും തോട്ട്സ് എല്ലാം ലൈനിനോട് ഏകദേശം അടുത്ത് വരുന്നുണ്ട്. ആ റിഗ്രഷൻ ലൈനിനോട് ഓൾമോസ്റ്റ് ഫെയ്ത്ത്ഫുൾ ആയിട്ട് പോയിന്റ്സ് ഉണ്ട്. ഹ്യൂമൻസ് കുറച്ച് മാറി നിൽക്കുന്നതിന് കാരണം മോഡേൺ മെഡിസിൻ എന്ന് പറയുന്ന സംഭവമാണ്. നമ്മളാരും പ്രതീക്ഷിച്ച സമയത്ത് മരിക്കുന്നില്ല. നമ്മുടെ മരണം നീട്ടിക്കൊണ്ട് പോയിട്ട് ധാരാളം ആശുപത്രികളുണ്ട്, ഡോക്ടർമാരുണ്ട്, മരുന്നുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി ഇറ്റ് നോട്ട് നാച്ചുറൽ. നമുക്ക് ഒത്തിരി സംവിധാനങ്ങളുണ്ട്. ആശുപത്രി ഇല്ലായിരുന്നെങ്കിൽ പോപ്പുലേഷൻ ഇത്രയൊന്നും ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ദാറ്റ് മേക്സ് ഹ്യൂമൻസ് എ ബിറ്റ് ഔട്ട് ഓഫ് ദ ലൈൻ. Now this is another interesting ramification of the scaling theory. Dr. Srijit is maintaining a permanent plot in Sholyar, 10-hectare plot. Interesting landscape ആണ്. ഒരു അണ്ടർലേറ്റീവ് സ്ലോപ്പി ടെറൈൻ ആണ്. അവിടെ ആന വരും, കടുവ വരും, വലിയ വലിയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. And he has marked all the trees over there, identified it and also done the measurements. നമ്മൾ നോക്കി കാണാം എന്താ വെച്ചാൽ ഒരു വലിയ മരം നമ്മൾ കണ്ടാൽ പിന്നെ ഒരു പ്രത്യേക ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ടേ അതേ വലിപ്പമുള്ള മരം കാണാൻ പറ്റുള്ളൂ. You can never see two big trees close together. And which essentially means that നമ്മൾ കാട്ടിൽ പോയാൽ ആ മരങ്ങളുടെ ഒക്കെ ഡിസ്ട്രിബ്യൂഷൻ വളരെ റാൻഡം ആണെന്ന് നമുക്ക് തോന്നാം. പക്ഷേ there is a law behind it, and that is what is called as the scaling law. ഒരു വലിയ മരം ഉണ്ടെങ്കിൽ അടുത്തൊരു വലിയ മരം കാണണമെങ്കിൽ there has to be a particular distance crossed. വേറെ രീതി പറഞ്ഞാല് താഴെയുള്ള ഗ്രാഫ് നോക്കിയാൽ അറിയാം, as the tree size increases, the average distance between the tree also increases. മരം വലുതാവുന്നതനുസരിച്ച് ആ മരവും അതുപോലെ മറ്റൊരു മരം തമ്മിലുള്ള ഡിസ്റ്റൻസ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. So that is an interesting ramification of scaling theory in forestry. We come to a very interesting sequence called the Fibonacci sequence. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. Introduced in Europe by Fibonacci 1202 അത് വരുന്നത്. ഇതാണ് അതിന്റെ സീക്വൻസ്. We start with 0. 0 ആണ് ആ ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് 1,
അടുത്തത് 1, പിന്നെ 2, 3, 5, 8, 13, 21. ഈ സീക്വൻസ് ഇങ്ങനെ പോകും. ഈ സീക്വൻസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ആ സീക്വൻസ് ഉണ്ടാവുന്നത് വെച്ചാൽ അതിലുള്ള ഏതൊരു നമ്പർ എടുത്താലും ആ നമ്പർ എന്ന് പറയുന്നത് തൊട്ട് മുന്നേ ഉള്ള രണ്ട് നമ്പറുകൾ ആഡ് ചെയ്തതായിരിക്കും. സോ യു ഹാവ് 0, then 1. 0 + 1 അടുത്ത് 1 ആണ്. then 1 + 1 2 ആണ്. 2 + 1 3 ആണ്. 3 + 2 5 ആണ്. 5 + 3 8 ആണ്. You got it? ആ സീക്വൻസ് എങ്ങനെ ഉണ്ടാവുന്നത്? തൊട്ട് മുന്നേ ഉള്ള രണ്ട് ഡിജിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്ത് എന്താണ് കിട്ടുക അതായിരിക്കും അടുത്ത നമ്പർ. So this is what we call as the Fibonacci sequence. And what is important about it? Interesting ആണ്. പ്രകൃതിയിൽ പല സ്ഥലത്തും നോക്കുമ്പോൾ we see only the Fibonacci numbers. നിങ്ങൾ പൈനാപ്പിൾ കടയിൽ പോയിട്ട് ഒരു ഫുൾ പൈനാപ്പിൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ പൈനാപ്പിളിന്റെ സൈഡിലുള്ള ചെറിയ കോൺസ് നമുക്ക് കാണാൻ പറ്റും. there will be ലൈൻസ് ഉണ്ടാവും. അത് എണ്ണി നോക്കിക്കഴിഞ്ഞാൽ there will be clockwise ഉണ്ടാവും, ആന്റി ക്ലോക്ക്വൈസ് ഉണ്ടാവും. രണ്ടും Fibonacci നമ്പേഴ്സ് ആയിരിക്കും. ലീഫ് പാറ്റേൺസ് സൺഫ്ലവറിൽ ആണ് അതിന്റെ ക്ലാസിക് എക്സാമ്പിൾ. അതിന്റെ ഉള്ളില് arrangements, I will come to the details. Pine cone എടുത്തു കഴിഞ്ഞാൽ you will find 8 spirals going one way and 13 going the other. ഇത് രണ്ട് Fibonacci നമ്പേഴ്സ് ആണ്. പൈനാപ്പിളിൽ പോയി കഴിഞ്ഞാൽ ടിപ്പിക്കൽ ആയിട്ട് 8ന്റെ കൗണ്ട് ഉണ്ടാവും, 8ന്റെ സ്പൈറൽ ഉണ്ടാവും, 13ന്റെ ഉണ്ടാവും, ചിലപ്പോൾ 21ന്റെ സ്പൈറൽസ് ഉണ്ടാവും. ആൻഡ് ഓൾ ത്രീ ആർ Fibonacci നമ്പേഴ്സ്. സൺഫ്ലവറിൽ എത്തിക്കഴിഞ്ഞാൽ ഇതാണ് Fibonacci സീക്വൻസിന്റെ ഒരു പോസ്റ്റർ ആയിട്ട് അറിയപ്പെടുന്ന സൺഫ്ലവർ ആണ്. മാക്സിമം നമ്പർ ഓഫ് സീഡ്സ് ഒരു പെർട്ടിക്കുലർ സർക്കുലർ ഹെഡിൽ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റർലോക്കിംഗ് സ്പൈറൽസ് ആണ് അത് ഉണ്ടാക്കുക. ആ സ്പൈറൽസ് നമ്മൾ കൗണ്ട് ചെയ്താൽ അതിൽ 34 എണ്ണം ഒരു ഡയറക്ഷനിൽ പോകുന്നുണ്ടാവും, 55 എണ്ണം മറ്റൊരു ഡയറക്ഷനിൽ പോകുന്നുണ്ടാവും. ആൻഡ് ബോത്ത് ആർ Fibonacci നമ്പേഴ്സ്. ആൻഡ് scientists started to see whether this holds true everywhere. ആ നോട്ടം ഒത്തിരി ദൂരത്തേക്ക് പോയി. ഫ്ലവർ പെറ്റൽസും അത് നേരത്തെ ഡാറ്റ സൂചിപ്പിച്ച ഒരു പൂവിലെ ദളങ്ങൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ ഓരോ ചെടികൾക്കും സെപ്പറേറ്റ് Fibonacci നമ്പേഴ്സ് ഉണ്ടാവും. ലില്ലി പൂക്കൾ ഇപ്പൊ പൂടാൻ തുടങ്ങിയിട്ടുണ്ട്. 5 പെറ്റൽസ് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ 13 ആയിരിക്കും, അല്ലെങ്കിൽ 21 ഉണ്ടാവും. ഇതെല്ലാം തന്നെ Fibonacci നമ്പേഴ്സ് ആണ്. Which leads us to the most interesting and beautiful ratio of the whole world, which is called as the golden ratio. കേട്ടിട്ടുണ്ടോ golden ratio കുറിച്ച്? ഉണ്ട്. The golden ratio is the ratio with which we decides whether a object is beautiful or not. ഒരു മുഖം എത്ര സൗന്ദര്യമുള്ളതാണ് എന്ന് അറിയണമെങ്കിൽ what we do is to check whether it follows the golden ratio. എന്താണ് ഈ golden ratio? This is what it is. ഒരു ലൈൻ എടുത്താൽ ആ ലൈനിന്റെ ടോട്ടൽ ലെങ്ത് which is a plus b is to a. എയും a plus ബിയും തമ്മിൽ, എ എന്ന് പറയുന്ന അതിന്റെ ഒരു ലാർജർ സെഗ്മെന്റ് ആണ്, ആ സെഗ്മെന്റും അതിന്റെ ഫുൾ ലെങ്ത്തും തമ്മിലുള്ള റേഷ്യോ is equal to the ratio with a to b. എയും ബിയും തമ്മിലുള്ള റേഷ്യോ വേറെ രീതി പറഞ്ഞാൽ a divided by b is equal to a plus b divided by a. ഇതാണ് ഗോൾഡൻ റേഷ്യോ. ആൻഡ് അതിന്റെ റാമിഫിക്കേഷൻസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ആൻഡ് ദ മോസ്റ്റ് mysterious smile in the world, Mona Lisa. Again, Da Vinci comes here. The whole square is divided in the golden ratio. Shesham, when you apply it, this is the image which you get. You have a plane and you divide it into 3 quarters and 1 quarter. അതിനുശേഷം അതിന്റെ ഓരോന്നും വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. And then if you draw a line, you get a spiral. And this is what was supposed to be the mark of beauty. അപ്പോൾ ആദ്യകാലത്തൊക്കെ ഇത് ധാരാളമായിട്ട് പരീക്ഷിച്ചിട്ടുണ്ട്. കണ്ണുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ആ ലൈനിൽ നിന്ന് മൂക്കിലേക്കുള്ള ദൂരം, അതിൽ നിന്ന് ചുണ്ടിലേക്കുള്ള ദൂരം, ഇത് തമ്മിലുള്ള റേഷ്യോ ഷുഡ് ബി ഗോൾഡൻ റേഷ്യോ. ഇത് കേട്ടിട്ട് ആരും വീട്ടിൽ പോയിട്ട് സ്കെയിലുമായിട്ട് പോയിട്ട് അളക്കാനും നിൽക്കരുത്. ബിക്കോസ് ബ്യൂട്ടി ഹാസ് ചേഞ്ച്ഡ് ഫോം. പണ്ടത്തെ ബ്യൂട്ടിയെ കുറിച്ചുള്ള കൺസെപ്റ്റ്സ് അല്ല ഇപ്പോൾ. There's an interesting study comparing all the body forms of Miss Universe or Miss World for nearly 50-60 years. അത്രയും ഡാറ്റ അവൈലബിൾ ആണ്. അപ്പോൾ അവരുടെ ബോഡി സ്ട്രക്ചർ എടുത്തിട്ട് അത് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക. ഡാവിഞ്ചി തന്നെ പണ്ട് പറഞ്ഞിട്ടുണ്ട്, കഴുത്തിന് മേലേക്കുള്ള ഡിസ്റ്റൻസ് is going to be a golden ratio with respect to the whole body. ശരീരത്തിന്റെ മൊത്തം നീളം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഗോൾഡൻ റേഷ്യോയിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭാഗമാണ് തല വരിക. അങ്ങനെയുള്ള തല വരുന്ന സ്ത്രീകളെ നിങ്ങൾക്ക് കാണണമെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ആർട്ടിസ്റ്റ് ആയിട്ടുള്ള നമ്പൂതിരിയുടെ ചിത്രങ്ങൾ നോക്കിയാൽ മതി. നമ്പൂതിരിയുടെ ചിത്രങ്ങൾ നോക്കിയാൽ അതിലുള്ള സ്ത്രീകളുടെ തല ചെറുതും
ശരീരം വളരെ വലുതായിട്ട് നമുക്ക് പെട്ടെന്ന് തോന്നും. ബട്ട് ഇറ്റ് ഫോളോസ് ദ ഗോൾഡൻ റേഷ്യോ വിച്ച് മേക്സ് ഇറ്റ് വെരി ബ്യൂട്ടിഫുൾ. പക്ഷേ ഗോൾഡൻ റേഷ്യോയും ഫിബൊനാച്ചി സീക്വൻസും ഒക്കെ തെറ്റെന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മളെല്ലാ പൂവിൽ പോയി നോക്കിയാൽ ഫിബൊനാച്ചി സീക്വൻസ് കണ്ടെന്ന് വരില്ല. നമ്മളെല്ലാ ബ്യൂട്ടിഫുൾ ഒബ്ജക്ട്സിന്റെ മുകളിൽ പോയിട്ടും ഗോൾഡൻ റേഷ്യോ ഉണ്ടോ എന്ന് നോക്കിയാൽ ചിലപ്പോൾ അതങ്ങനെ വന്നോളന്നില്ല. പക്ഷേ ദിസ് ഇസ് ദ ഫ്രാക്ചേഴ്സ്, ദിസ് ഇസ് ദ അൾട്ടിമേറ്റ് ജിയോമെട്രി ഓഫ് നേച്ചർ. എന്താണ് ഫ്രാക്ചേഴ്സ്? ഫ്രാക്ചേഴ്സ് എന്നുള്ള വാക്ക് വന്നത് ഫ്രാക്ഷൻ എന്നുള്ള വാക്ക് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് ഫ്രാക്ചേഴ്സ് എന്നുള്ള വാക്ക് വന്നിട്ടുള്ളത്. എന്താ ഫ്രാക്ചർ? There was a very interesting paper by Mandelbrot. Mandelbrot എന്നുള്ള സയന്റിസ്റ്റ് ആണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. അദ്ദേഹം ചോദിച്ച വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യമാണ്, ഹൗ ലോങ് ഇസ് ദ കോസ്റ്റ് ഓഫ് ബ്രിട്ടൻ? ബ്രിട്ടൻ ഒരു ഐലൻഡ് ആണ്. ആ ഐലൻഡ് കോസ്റ്റ് ലൈൻ എത്ര നീളമുണ്ട്? നമ്മൾ കേരളത്തിലും അതേ ചോദ്യം ചോദിക്കാം. കേരളത്തിലെ കോസ്റ്റ് ലൈനിന്റെ നീളം എത്രയാണ്? നമ്മൾ PSC പരീക്ഷയ്ക്ക് പഠിക്കുന്ന ആളുകളാണെങ്കിൽ പറയുന്ന ഉത്തരം 590 കിലോമീറ്റർ എന്നാണ്, 590 കിലോമീറ്റേഴ്സ് എന്നുള്ള ഉത്തരം പറയും. പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല്, മാൻഡൽബ്രോട്ട് കണ്ടെത്തിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇത് നമ്മൾ എങ്ങനെ അളക്കുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ സ്ഥലം അളക്കുന്ന ചങ്ങല കണ്ടിട്ടുണ്ടാവും. ആ ചങ്ങല വെച്ചിട്ടാണ് നമ്മൾ ഇത് അളക്കുന്നതെങ്കിൽ നമുക്ക് ഒരു പെരിമീറ്റർ കിട്ടും, ഒരു ഡിസ്റ്റൻസ് കിട്ടും. നമ്മൾ ആ ചങ്ങലയുടെ പകുതി നീളമുള്ള ചങ്ങല വെച്ചിട്ടാണ് അളക്കുന്നതെങ്കിൽ ഈ ഡിസ്റ്റൻസ് പിന്നെയും കൂടും. നമ്മൾ മീറ്റർ സ്കെയിൽ കണ്ടില്ല, ഒരു മീറ്റർ നീളമുള്ള സ്കെയിൽ, ആ സ്കെയിൽ വെച്ചാണ് അളക്കുന്നതെങ്കിൽ ഈ ഡിസ്റ്റൻസ് പിന്നെയും കൂടും. എന്താ കാരണം? അതൊരു സ്മൂത്ത് സർഫസ് അല്ല, അതൊരു റഗഡ് സർഫസ് ആണ്. അപ്പോൾ സ്കെയിലിന്റെ അളവ് കുറയുന്നതനുസരിച്ച് അതിന് കൂടുതൽ പ്രൊജക്ഷനകത്തേക്ക് കയറാൻ പറ്റും. അപ്പൊ നീളം കൂടിക്കൊണ്ടേയിരിക്കും. ഇനി നമ്മൾ ഇൻസ്ട്രുമെന്റ് ബോക്സ് ഉപയോഗിക്കുന്ന ചെറിയ സ്കെയിലിലെ ആ സ്കെയിൽ വെച്ച് ആൾ അളക്കണമെന്നുണ്ടെങ്കിൽ ആ സ്കെയിലിന് ഈ റഗഡ് സ്ട്രക്ചറിനകത്തുള്ള 6 ആക്സ് സ്ട്രക്ചറിന്റെ കുറെ പ്രൊജക്ഷൻസിനകത്തേക്ക് കയറാനും ഇറങ്ങാനും പറ്റും. സ്വാഭാവികമായിട്ട് നീളം കൂടും. ഇനി നമ്മൾ ഒരു ട്വൈൻ വെച്ചിട്ട് അളന്നാലോ, ആ ട്വൈനിന് കുറേയും കൂടി പ്രൊജക്ഷൻസിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും. നീളം കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ ഒരു വസ്തുവും അതിന്റെ ഏരിയ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയും അതിന്റെ ചുറ്റളവ് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഫ്രാക്റ്റൽസ് എന്ന് വിളിക്കുന്നത്. The perimeter can change based on how we measure, but the area remains a constant. Clear ആണല്ലോ അല്ലേ? ഇനി ക്ലിയർ ആയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഈ കുറച്ച് ചിത്രങ്ങൾ കാണുമ്പോൾ ഇറ്റ് വിൽ ബി ക്ലിയർ. ഇതാണ് ഡെഫിനേഷൻ. സെൽഫ് സിമിലാരിറ്റി ഉണ്ട്, സ്കെയിലിംഗ് ഉണ്ട്, നോൺ ഇൻഡിജർ ഡയമെൻഷൻസ് ആണ്. സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഡയമെൻഷൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു ഡോട്ട് ഇട്ടാല് ആ ഡോട്ടിന്റെ ഡയമെൻഷൻ എത്രയാണ്? 0 ആണ്. ആ ഡയമെൻഷൻ ഇല്ല. ഇനി നമ്മൾ കുറെ ഡോട്ടുകൾ അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊരു ലൈനായി മാറും. ലൈനിന്റെ ഡയമെൻഷൻ 1 ആണ്. ഇനി കുറെ ലൈനുകൾ നമ്മൾ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ യു ഗെറ്റ് എ സർഫസ്. ആ സർഫസിന് 2 ഡയമെൻഷൻ ഉണ്ട്, അതിനൊരു നീളമുണ്ട്, ഒരു വീതിയുണ്ട്. ഇനി അങ്ങനെയുള്ള സർഫസുകൾ, കുറെ സർഫസുകൾ നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ യു ഗെറ്റ് എ ക്യൂബ്. ക്യൂബിന് 3 ഡയമെൻഷൻ ഉണ്ട്. ഇറ്റ് ഹാസ് ഗോട്ട് എ ഹൈറ്റ്, ഇറ്റ് ഹാസ് ഗോട്ട് എ ലെങ്ത് ആൻഡ് ഇറ്റ് ഹാസ് ഗോട്ട് എ ബ്രെഡ്ത്ത്. ഇതാണ് ഡയമെൻഷൻസിന്റെ രീതി. It can be 0, it can be 1, it can be 2, it can be 3. പക്ഷേ ഫ്രാക്ചേഴ്സിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഈ ഇന്റിജേഴ്സ് അല്ല ഫോളോ ചെയ്യുക. There will be dimensions which are between these numbers. ഫ്രാക്ചർ ഡയമെൻഷൻ ചിലപ്പോൾ 1.2 ആയിരിക്കും, ചിലപ്പോൾ 1.7 ആയിരിക്കും. We will come to that shortly. നോക്കൂ, this is a fern leaf which follows the exact fractal symmetry. അതിന്റെ ഒരു ചെറിയ പാർട്ട് എടുത്ത് നമ്മൾ സൂം ചെയ്താൽ ഇറ്റ് വിൽ ലുക്ക് എക്സാക്ട്ലി ദ സെയിം ആസ് ദ ഹോൾ ലീഫ്. അതിന്റെ ഈ ഒരു പാർട്ട് മാത്രം നമ്മൾ മുറിച്ചെടുത്തിട്ട് അതിന്റെ സ്ട്രക്ചർ നോക്കിയാൽ ദാറ്റ് സ്ട്രക്ചർ വിൽ ബി സെയിം ആസ് ദ സ്ട്രക്ചർ ഓഫ് ദ ഹോൾ ലീഫ്. ഇനി ആ ലീഫിന്റെ ഉള്ളിൽ നമ്മൾ ആദ്യം മുറിച്ചെടുത്തതിന്റെ ഒരു ചെറിയ പാർട്ട് എടുത്താൽ ദാറ്റ് വിൽ ഓൾസോ ബി സിമിലർ. ദിസ് ഇസ് എ കാനപ്പി. നമ്മുടെ ക്യാമ്പസിൽ നിന്ന് എടുത്തൊരു ചിത്രമാണ്. നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈസ് എ ഫ്രാക്ചർ സ്ട്രക്ചർ. അതിന്റെ എഡ്ജസ് എല്ലാം തന്നെ ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് എ കോസ്റ്റ് ലൈൻ. നമ്മൾ എന്ത് സ്കെയിൽ വെച്ചിട്ട് അളക്കുന്നതനുസരിച്ചിട്ട് അത് മാറിക്കൊണ്ടേയിരിക്കും. ആൻഡ് ഇതിന് ശേഷം സയന്റിസ്റ്റുകൾ എവിടെ നോക്കിയാലും ഫ്രാക്ചേഴ്സ് ആർ എവ്രിവെയർ. ഡയമെൻഷന്റെ കാര്യം ഞാൻ പറഞ്ഞു, 0 ഡയമെൻഷൻ ആണ് പോയിന്റ്, ലൈൻ എന്ന് പറയുന്നത് 1 ഡയമെൻഷൻ ആണ്, പ്ലെയിൻ 2 ഡയമെൻഷൻ ആണ്, ക്യൂബിലേക്ക് എത്തുമ്പോൾ 3 ഡയമെൻഷൻ ആവും. ആൻഡ് ഫ്രാക്ചേഴ്സ് ഫാൾ ഇൻ ബിറ്റ്വീൻ. അത് 0ക്കും 1നും ഇടയ്ക്കായിരിക്കാം, അല്ലെങ്കിൽ 1നും 2നും ഇടയ്ക്കായിരിക്കാം. അങ്ങനെ ഡയമെൻഷനിലായിട്ടുള്ള വേറെ രീതി പറഞ്ഞാൽ റാഷണൽ നമ്പേഴ്സ് ഉണ്ട് മാത്സിൽ, ഇറാഷണൽ നമ്പേഴ്സ് ഉണ്ട്.
We move from rational numbers to irrational numbers when we are speaking about fractals. നമ്മുടെ ലങ്സ് ആണ്. ലങ്സിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അത് ഒരു ട്രക്കിയുണ്ട്, ശ്വാസനാളിയുണ്ട്, അത് ആദ്യം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, പിന്നെ ആ ഓരോന്നും വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകുന്ന സമയത്ത് ഒരു 11 പ്രാവശ്യം ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് ഫോംസ് എ ബോഡി ലൈക്ക് ദിസ്. ഇത് അവിടെ ഓരോ ആൽവിയോലൈസിലേക്കും എത്തുന്നുണ്ടാവും. ആൻഡ് അവിടെ എത്തിയതിനു ശേഷമാണ് ഈ ചക്കയിലൂടെ വരുന്ന എയറിൽ നിന്ന് ഓക്സിജൻ ആൽവിയോലൈസിലെ ബ്ലഡ് വെസലിലേക്ക് കൈമാറുക, ബ്ലഡ് വെസലിൽ നിന്ന് തിരിച്ച് കാർബൺ ഡയോക്സൈഡ് ഇങ്ങോട്ട് ഏറ്റുവാങ്ങും. ആൻഡ് ദിസ് ഇസ് എ സ്ട്രക്ചർ വിച്ച് പെർഫെക്റ്റ്ലി ഫോംസ് എ ഫ്രാക്ടൽ ഡിസൈൻ. ഇത് നമ്മുടെ ബ്രെയിൻ ആണ്, ഇൻഫിനിറ്റ്ലി ഫോൾഡഡ്. സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ട് ഏരിയ കൂടുന്നില്ല. ലങ്സിന്റെ ലങ്സ് എടുത്ത് നമ്മൾ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി മച്ച് ബിഗർ ദാൻ ദിസ് റൂം. പക്ഷെ അത് പാക്ക് ചെയ്ത് നമ്മുടെ ചെസ്റ്റിനകത്ത് ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് what is used is a fractal design. Fractals കാരണം എന്താ വെച്ചാൽ the basic equation is very simple, but it gets repeated at different scales at different points of time. അതിനാണ് ഫ്രാക്ടൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ആലോചിച്ചു, in genetics you have to store all the information on the life history of an organism in its seed. അതിന്റെ ഗാമേറ്റിൽ തന്നെ അത് സ്റ്റോർ ചെയ്ത് വെക്കണം. അത് എവിടെ സ്റ്റോർ ചെയ്ത് വെക്കുക? ദാറ്റ് ഇൻഫർമേഷൻ is stored in genes or sequence of nucleotides which forms the chromatin. ഈ chromatin പാക്ക് ചെയ്ത് വെക്കണം. ഇത് പാക്ക് ചെയ്ത് വെക്കുന്നത് ചെറിയ സീഡ് ആയിരിക്കും. ആലിന്റെ ഒക്കെ സീഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. such a small thing which produces a large tree. ആ ട്രീ 50 വർഷം 100 വർഷം 200 വർഷം ജീവിക്കുന്ന സമയത്തും എന്താണ് അടുത്ത ചെയ്യേണ്ടത് എന്നുള്ള ഇൻഫർമേഷൻ ഈ ചെറിയ വിത്തിനകത്ത് പാക്ക് ചെയ്ത് വെക്കണം. So the question is how you pack a large amount of information to a small space. And brain is a very interesting example. നമ്മുടെ ക്രേനിയത്തിന്റെ സൈസ് വല്ലാതെ മാറുന്നില്ല. ഇറ്റ്സ് എ വെരി ഹാർഡ് ബോണി സ്ട്രക്ചർ. അതിന്റെ ഉള്ളിൽ we need as much complexity as possible. And this is how it looked in an MRI. And this is the way the neurons of the brains are connected. Perfect fractal symmetry നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. This is the way this is a scanning image of the neurons networking. ഈ നെറ്റ്വർക്കിന്റെ ചിത്രം നിങ്ങൾ ഓർത്താൽ യു ക്യാൻ സീ ദ സെയിം ഡിസൈൻ അണ്ടർ ഗ്രൗണ്ട്. അവിടെയുള്ള ഫംഗൽ മൈസീലിയം ഇതേപോലെ പോകുന്ന കാണാൻ പറ്റും. മേ ബി ഡോക്ടർ സ്വാമി, ഡോക്ടർ ശംഭുകുമാർ, ഡോക്ടർ മുരളിക്കൊക്കെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഹൗ ദ ഫംഗൽ മൈസീലിയം moves around. They move in exactly the fractal design. And see, this is a river. ഒരു പുഴ ഒഴുകുന്ന സമയത്ത് അതിന്റെ ട്രൈബ്യൂട്ടറീസ് ആണ്. അത് ഒരു വലിയ വെസ്റ്റേൺ ഗട്ട്സിന്റെ ഏതെങ്കിലും ഒരു വാട്ടർ ഷെഡ് എടുത്താൽ അതിൽ നിന്ന് വരുന്ന അരുവികളെല്ലാവരും ചേർന്ന് ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ, ഫോർത്ത് ഓർഡറിലേക്കൊക്കെ മാറുന്ന സമയത്ത് they follow exactly the fractal dimension, which is of interest to Dr. Pavan and Dr. Surya. When you look at hydrology, look how they follow the fractal dimension. ആ ഫ്രാക്ടൽ ഡയമെൻഷൻ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ fractal dimension എന്ന് വെച്ചാൽ whether it can be 1.2 or 2.1, അത് ഐഡന്റിഫൈ ചെയ്താൽ what makes it easier is that you can predict what is going to happen. ഹൈഡ്രോളജി, ഇൻട്രസ്റ്റിംഗ് തിങ്. വെള്ളത്തിൽ നിങ്ങൾ രാവിലെ ഒരു പൈപ്പ് ഓപ്പൺ ചെയ്താൽ പൈപ്പ് പതുക്കെ തുറന്നാൽ വെള്ളം വളരെ യൂണിഫോം ആയിട്ട് താഴേക്ക് വീഴുന്നു. നിങ്ങൾ പൈപ്പ് കുറച്ചും കൂടി തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ വെള്ളത്തിന്റെ ഫ്ലോ യൂണിഫോം അല്ല. ദിസ് ആൻഡ് ഇറ്റ് ഈസ് ഫോമിംഗ് അപ്പ്. മാത്രമല്ല, ഗെയിൽ പൈപ്പ് ലൈൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദ പൈപ്പ് ലൈൻ ഈസ് നോട്ട് ജസ്റ്റ് എ സ്ട്രേറ്റ് ലൈൻ. ബെൻഡ് ഉണ്ടാവും. ബെൻഡ് വരുന്ന സമയത്ത് അതിന്റെ ഉള്ളിലൂടെ പോകുന്ന ഗ്യാസ് എങ്ങനെയാ മൂവ് ചെയ്യുക? വാട്ടർ പീച്ച് ഡാമിൽ നിന്ന് തൃശ്ശൂരിലേക്ക് 4 പൈപ്പിൽ വെള്ളം കൊണ്ടുപോകുന്നുണ്ട്, ബിഗ് പൈപ്സ്. ആ പോകുന്ന സമയത്ത് ഇറ്റ് ഈസ് നോട്ട് സ്ട്രേറ്റ് ലൈൻ. അത് ടേൺ ചെയ്യേണ്ടി വരും. ആ ടേൺ ചെയ്യുന്ന സമയത്ത് ഉള്ളിലൂടെ ഫാസ്റ്റ് ആയിട്ട് പോകുന്ന വെള്ളത്തിൽ എന്ത് മാറ്റം വരിക? What is the pressure difference happening? Is there a chance for the pipe to explode? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണമെങ്കിൽ you can convert the whole flow into a fractal equation and see whether it changes. Human ബോഡിയിലുള്ള ഏറ്റവും രസമായിട്ടുള്ള ആപ്ലിക്കേഷൻ is to detect cancer. ക്യാൻസർ സെൽസ് ഫോം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് കാപ്പിലറീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പ്യൂർ. ബട്ട് വെൻ ദ ഗോസ്, അപ്പൊ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് സെൽസ് കാർസിനോമ ആയിട്ട് മാറുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ what you just need to do is to check whether the blood vessels follow the fractal design or not. Which exactly follows the fractal dimension. And this is a river network which also follows the fractal network. And it is not just related to nature.
in finances, Dr. Anita, in economics also factors are playing a big role. The big ups and downs in the stock markets, അത് random അല്ല, it's symmetry. Big question is നാളെ എന്റെ ഷെയറിന്റെ വില എന്താണെന്നുള്ളത് അറിയാന്നുള്ളത് question for many people. അവർക്കത് അറിയണമെങ്കിൽ what they need to do is to map the whole history of fluctuations into the അത് 0, 1, 2, 3 dimensions explain ചെയ്യാനേ പറ്റില്ല. You need to have the fractal dimension to do that. Now, എങ്ങനെയാണ് fractal process actually work ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാനാണ് ശ്രമിക്കുന്നത്. In a couple of there's a straight line which is divided into 3 parts. നിങ്ങൾക്ക് ആ ബ്രേക്ക് കാണാൻ പറ്റുന്നുണ്ടോ? There's a break here and there's a break here. A line which is divided into 3 pieces. Now, the second step, what we do is we remove the second segment. അത് നമ്മൾ മാറ്റിയിട്ട് we put 2 sides of an equilateral triangle over there. അത് കഴിഞ്ഞിട്ട് what we do is that ഇപ്പോൾ അതിനകത്ത് this is the first segment, second, third, fourth. അങ്ങനെ 4 segments ഇപ്പൊ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ we do the same process. Thank you. ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഇത് ഫസ്റ്റ് സെഗ്മെന്റ് ആണ്. ആ സെഗ്മെന്റിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിന് സെൻട്രൽ സെഗ്മെന്റ് നമ്മൾ മാറ്റി കളയുന്നു. അവിടെ ഈ 2 ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ 2 സൈഡ്സ് വെക്കുന്നു. ഇത് മറ്റൊരു സൈഡാണ്. ഇതാണ് ആ ലൈൻ. ആ ലൈനും 3ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അതിന്റെ നടുക്കുള്ള പാർട്ട് മുറിച്ച് കളയുന്നു. We add a triangle there. Same with this line, which is broken into 3 dimensions, and you put a triangle over here. And this is the 4th one. Is that clear? How do we do it? Now we go to the next step, where we further divide these lines. ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇത് ഇവിടെ ഉണ്ടായിരുന്ന ഈ ചെറിയ സെഗ്മെന്റ്, അതാണ് ഈ കാണുന്ന സെഗ്മെന്റ്. ആ സെഗ്മെന്റിനെ നമ്മൾ അതിന്റെ സെന്റർ പാർട്ട് മാറ്റി അവിടെ ഒരു സർക്കിൾ വെച്ചു. You can now see an image forming. And ഒരു വട്ടം കൂടി നമ്മൾ ചെയ്താൽ this is what is the result. ഞാൻ ആദ്യമായിട്ട് ഫ്രാക്ചേഴ്സ് കാണുന്നത് എന്റെ അമ്മയുടെ സാരിയുടെ ഡിസൈനിലായിരുന്നു. There was designs, fern leaf പോലെ ഒരു പെർട്ടിക്കുലർ, അതിനകത്ത് പേരൊക്കെ ഉണ്ടായിരുന്നു. I forgot the name. A design just like obloid ആയിട്ടുള്ള ഡിസൈൻ ആണ്. അത് നമ്മൾ സൂം ചെയ്ത് പോയി കഴിഞ്ഞാൽ അതുണ്ടാക്കിയത് തന്നെ അതേ ഡിസൈൻ കൊണ്ടാണ്. അത് പിന്നെ സൂം ചെയ്ത പൻസോ അതും അതിന്റെ ബേസിക് യൂണിറ്റോ സെയിം തന്നെയാണ്. ഷേപ്പ് സെയിം ആയിരിക്കും, ബട്ട് ദ സെയിം ഷേപ്പ് റിപ്പീറ്റ്സ് അറ്റ് ഡിഫറെന്റ് സ്കെയിൽസ്. ഇവിടെ ഈ ഒരു ചെറിയ പീസ് ഇത് മാത്രമായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ ഇറ്റ് ഹാസ് ദ സെയിം ഷേപ്പ് ലൈക്ക് ദിസ് വൺ. അതുപോലെ ഇതിനകത്ത് എടുത്ത് നോക്കിയാൽ ഇറ്റ് വിൽ ബി ജസ്റ്റ് ലൈക്ക് ദിസ്. സോ ദിസ് ഇസ് എ വേ ഇറ്റ് മൂവ്സ്. ഇനി ഇപ്പൊ നമ്മളിപ്പോ കണ്ടത് ദിസ് ഇസ് ഈ ഒരു രീതിയിൽ എല്ലാ ട്രയാങ്കിൾസും ഒരു സൈഡിലേക്ക് മാത്രമാണ് വധിച്ചത് നമ്മൾ. പക്ഷെ അങ്ങനെ ആവണമെന്നില്ലല്ലോ. ദ ട്രയാങ്കിൾ ക്യാൻ ബി ഫോം ദ അതർ വേ ഓൾസോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ലൈനിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, നടുക്കുള്ള സെഗ്മെന്റ് മാറ്റുന്നു. അതിനുശേഷം ഈ ട്രയാങ്കിൾ ഇങ്ങനെ വെക്കണോ അതോ താഴേക്ക് വെക്കണോ എന്നുള്ളത് തീരുമാനിക്കാൻ നമ്മളൊരു കോയിൻ ടോസ് ചെയ്തു. ഈ ടോസ് എ കോയിൻ, ഹെഡ് കിട്ടുകയാണെങ്കിൽ മേലേക്ക് വെക്കാം, ടെയിൽ കിട്ടുകയാണെങ്കിൽ താഴേക്ക് വെക്കാം. If you follow that rule, so ഇവരെ കാര്യങ്ങൾ സെയിം ആണ്. പക്ഷെ നമ്മൾ നോക്കൂ, ഇവിടെ എത്തുമ്പോൾ ഈ സെഗ്മെന്റിൽ ഇത് മുകളിലേക്കാണ് വന്നത്. ഈ സെഗ്മെന്റിൽ ടെയിൽ വീണു, നമ്മൾ ആ ട്രയാങ്കിൾ താഴേക്ക് വരച്ചു. ഈ സെഗ്മെന്റ് എടുക്കുമ്പോൾ ഹെഡ് വന്നു, നമ്മളത് ട്രയാങ്കിൾ മേലേക്ക് വരച്ചു. ഇതിൽ വന്നപ്പോഴും ഹെഡ് വന്നു, നമ്മൾ മേലേക്ക് വരച്ചു. ആൻഡ് ഇഫ് യു ടോസ് എ കോയിൻ അറ്റ് എവറി ഇറ്ററേഷൻ, ദിസ് ഇസ് ഹൗ ഇറ്റ് ഹാപ്പൻസ്. നമ്മൾ നേരത്തെ ആദ്യം കണ്ടതിന്റെ സിമെട്രി നഷ്ടപ്പെട്ടു. ഇറ്റ് ഇസ് ബിക്കമിങ് irregular. അടുത്ത ലെവലിലേക്ക് പോയാൽ ഇതാണ് സംഭവിക്കുന്നത്. ആൻഡ് സീ ഹൗ എ സിമ്പിൾ റൂൾ. ആകെ റൂൾ എന്താണ്? ഡിവൈഡ് ദ സ്ട്രേറ്റ് ലൈൻ ഇൻടു 3 pieces, റിമൂവ് ദ മിഡിൽ പാർട്ട്, ആഡ് എ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഈ ഒരേപോലെ ഡിസൈൻ ചെയ്താൽ യു ഗെറ്റ് എ വെരി ഓൾമോസ്റ്റ് സ്മൂത്ത് സർഫസ്. പക്ഷെ അത് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ യു ഗെറ്റ് എ റഫ് സർഫസ്. ആൻഡ് ദിസ് ഇസ് ഹൗ ഫ്രാക്ചേഴ്സ് ആർ ഫോംഡ്. This is what it happens. നമ്മൾ ഇൻഫിനിറ്റ് ആയിട്ട് സൂം ചെയ്ത് പോയി കഴിഞ്ഞാലും the basic design doesn't change.
Got it? Now, there's another level of complexity. നമ്മൾ ഇതുവരെ 2-dimensional സ്പേസിലാണ് ഓപ്പറേറ്റ് ചെയ്തത്. What happens if you move it to the 3rd dimension? അതിലേക്ക് വരുന്ന സമയത്ത് സംഭവിക്കുന്നത് വെച്ചാൽ this is the way it forms. ഇത് infinite applications ഉള്ള cases ആണ്, especially in computer sciences where you have very little space to pack a lot of information. ആ പ്രോസസ്സ് ആണ് ഈ ഡയഗ്രാം ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന. You can have fractal dimensions which creates a large number of points. Now this is an application in wildlife. ഇത് റെഡ് ഡിയർ എന്ന് പറയുന്ന മാനിന്റെ മൂവ്മെന്റ് മാപ്പ് ചെയ്തതാണ്. റാൻഡം വാക്ക് മോഡൽ ദാറ്റ് അക്കൗണ്ട്സ് ഫോർ സ്പേസ് ഓക്യുപ്പേഷൻ ഇൻ മൂവ്മെന്റ്സ് ഓഫ് എ ലാർജ് ഹെർബിവോർ. അങ്ങനെ 1, 2, 3, 4, 5 മാനുകളുടെ മൂവ്മെന്റ് പ്ലോട്ട് ചെയ്ത് നോക്കുമ്പോൾ it definitely follows the random walk model. റാൻഡം വാക്ക് മോഡൽ പരിചയമുണ്ടോ? പരിചയമില്ലെങ്കിൽ ഞാൻ കുറെ നാൾ മുന്നേ കണ്ട ഒരു റീൽ ഉണ്ട്. അബദ്ധവശാൽ എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ കണ്ടതാണ്. അത് ഒന്ന് കിട്ടുമോ നോക്കിയിട്ട് എനിക്ക് അത് രണ്ടാമത് കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ അത് കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതുകൊണ്ട് ഞാനത് പറയാം. ആ റീൽ എന്താ? റീലിൽ കാണുന്ന കാഴ്ച വെച്ചാൽ ഒരു പെൺകുട്ടി ഒരു പോക്കറ്റ് റോഡ് വന്നിട്ട് മെയിൻ റോഡിലേക്ക് ചേരുന്നുണ്ട്. ചെറിയ റോഡ് വന്നിട്ട് വലിയ റോഡിലേക്ക് ചേരുന്നു. ആ ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് ഈ പെൺകുട്ടി നിൽക്കുകയാണ്. എന്നിട്ട് ഈ പോക്കറ്റ് റോഡിൽ കാറ് വരുന്നുണ്ട്. അപ്പൊ കാറിന് കക്ഷി സ്റ്റോപ്പ് പറഞ്ഞു, കാർ അവിടെ നിർത്തി. എന്നിട്ട് കക്ഷി ഇങ്ങോട്ട് നോക്കിയിട്ട് പറയണ അങ്ങോട്ട് ലെഫ്റ്റ്, കുറച്ചും കൂടി ലെഫ്റ്റ്, കുറച്ചും കൂടി റൈറ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു വണ്ടിക്ക് സൈഡ് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ കാറുകാരൻ അവിടെ നിർത്തിയിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ടും ഈ പരിപാടി അവസാനിക്കാതെ കാരണം ഡ്രൈവർ അവിടെ നിന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. എന്താ സംഭവിക്കണം, ഈ വണ്ടി എന്താ ഇത്ര പതുക്കെ വരണ സമയം കഴിഞ്ഞു. പക്ഷെ ഇങ്ങനെ ഡയറക്ഷൻ കൊടുത്തോണ്ടിരിക്കുക. നോക്കുമ്പോ എന്താ സംഭവം അറിയോ? ഒരാൾ വെള്ളം അടിച്ച് ഫിറ്റ് ആയിട്ട് അവിടെ ആ കക്ഷിക്കാൾ ഇവര് ഡയറക്ഷൻ കൊടുക്കണം. അത് ലെഫ്റ്റിലേക്ക് കുറച്ച് മതിലിടിക്കും. അപ്പൊ അതുകൊണ്ട് ഇങ്ങോട്ട്. And that is what is called as random walk model. And this is what scientists have done. 3000 drunkards-ന്റെ മൂവ്മെന്റ് മാപ്പ് ചെയ്തു നോക്കുമ്പോൾ it perfectly forms the bell-shaped curve. Statistics പരിചയമുള്ളവർക്ക് അറിയാം. What is the beauty of the bell-shaped curve? Which essentially means that നമ്മൾ വളരെ റാൻഡം ആണെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും it follows specific mathematic designs. Basically, fractals are the OS ആണ്. They are the operating system of the natural world. പണ്ട് തിലകൻ പറഞ്ഞ പോലെ ഈ ഭൂഗോളത്തിന്റെ കറക്കം മാത്രമല്ല, ഈ ഭൂഗോളത്തിലുള്ള എല്ലാ വസ്തുക്കളുടെയും ചലന നിയമം is based on fractals. Thank you.